എപ്പോഴാണ് ഞങ്ങൾക്ക് അള്ളാന്റെ സഹായം വരാ എന്ന് 10-13 വർഷത്തോളം കാലം ജീവിച്ച് ചോദിച്ച് നടന്ന സഹാബത്ത്, ക്രൂരമായ പീഡനങ്ങൾക്കും വേദനകൾക്കും ഇരയായ സഹാബത്ത്, അവരവരുടെ ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കാതെ, അള്ളാന്റെ മാർഗത്തിൽ നീ ജീവിക്കാതെ വെറുതെ വന്നാൽ അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന, വെറുതെ വന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നീ കരുതുന്നത്? വേണ്ടട്ടോ, ആ വിചാരം നിനക്ക് വേണ്ട. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഭുവനപ്രസിദ്ധരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച 2-3 വരികളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാദല്ലദി മാ കഫാഹു ദംബു ഫീ റജബ് ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാൻ. റജബ് നിനക്ക് നൽകി നന്നാകാനുള്ള അവസരമാണ്, പക്ഷെ നീ പാപിയായി ജീവിച്ചു. ശഅബാനും നിനക്ക് നൽകി നന്നാകാനുള്ള നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരമായിരുന്നു. നീ പാപിയായി ജീവിച്ചു. പാപിയായിട്ട് മുന്നോട്ട് പോയവനെ നിനക്ക് മതിയായിട്ടില്ല എങ്കിൽ ലഖദ് അളല്ലക ശഹ്റു സിയാമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു ഐലൻ ശഹ്റ ഇസ്യാനി. റജബിലും ശഅബാനിലും പാപിയായിട്ട് നീ ജീവിച്ചു. അടുത്ത മാസം റമദാൻ ഖുർആനിന്റെ മാസമാണ്, ഇതാ നിന്നിലേക്ക് വരുന്നു. ഈ മാസത്തെയും നീ പാപത്തിന്റെ മാസമാക്കി തീർക്കല്ലേ. വതുലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിം വഖുർആനി. റജബിൽ പാപിയായതുപോലെ, അതുപോലെ തന്നെ ശഅബാനിലും പാപിയായതുപോലെ റമദാനിനെ നീ പാപത്തിന്റെ മാസമാക്കല്ലേ. ഇത് തസ്ബീഹുകളുടെ മാസമാണ്, ഇത് ഖുർആനിന്റെ മാസമാണ്. നീ തസ്ബീഹ് ചൊല്ലി മരിക്കാൻ, ഖുർആൻ ഓതി മരിക്കാൻ, ഖുർആനിന് വേണ്ടി ജീവിക്കാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫ് മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി അഫനാഹുമുൽ മൗതു വസ്തബ്ഖാ ബഅദഹും ഹയ്യം ഫമാ അഖറബൽ ഖാസിയ മിനദ്ദാനി. കഴിഞ്ഞ റമദാനിലേക്കൊന്നും നിന്റെ ചിന്തയെ കൊണ്ടുപോകടോ. കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫ്. നിന്റെ ഉമ്മ നിന്റെ കൂടെ നോമ്പെടുക്കാനുണ്ടായിരുന്നു. നിന്റെ ഉമ്മ നിന്റെ കൂടെ നമസ്കരിക്കാനും വാപ്പയും കുടുംബക്കാരും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ ഈ കർമ്മങ്ങളിൽ സജീവമാകാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, നിന്റെ അയൽവാസികൾ, നിന്റെ സഹോദരങ്ങൾ അഫ്നാഹുമുൽ മൗത്ത്, അഫ്നാഹുമുൽ മൗത്ത്, അവരെല്ലാം മരണം ഇല്ലാതാക്കി ആരടി മണ്ണിലേക്ക് അവരുടെ ശരീരം ഇറക്കി വെച്ചിട്ട്, ഉമ്മാന്റെ കൂടെ നമ്മൾ കടന്നില്ല, വാപ്പാന്റെ കൂടെ നമ്മൾ കടന്നില്ല, അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ കബറിടം അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. നാളെ ഹബീബിന്റെ ചാരത്ത് ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ മാതാപിതാക്കളുടെ കൂടെ, ബന്ധുമിത്രാദികളുടെ കൂടെ, ഇണയുടെ കൂടെ, മക്കളുടെ കൂടെ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പൊന്നുമ്പാന്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണ് മാറിയിട്ടിട്ട് തസ്ബീഹും ചൊല്ലി നമ്മൾ തിരിച്ചു പോന്നു. ആ ഉമ്മയും ഉപ്പയും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നീ ജീവിച്ചിരിപ്പുണ്ട്. പരമാവധി നന്മകളിൽ സജീവമാക്കിക്കോ. പാപിയായി ജീവിക്കല്ല, പാപിയായി ജീവിക്കല്ല. ഒരു ദിവസം മലക്കുൽ മൗത്ത് നിന്റെ ചാരത്ത് വന്നാൽ എപ്പോഴാണ്, ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ കഴിയില്ല. പോകേണ്ടി വരും. കർമ്മങ്ങളുടെ ലോകം അവസാനിക്കും. അതിനു മുമ്പായിട്ട് തഖ്വയുള്ള മനുഷ്യനായി ജീവിക്കാൻ നീ തയ്യാറായിക്കോ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റമദാനിലൂടെ സംസ്കരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു നോമ്പുകാരന് എന്തെല്ലാം ഓഫറുകളാണ്, എന്തെല്ലാം സമ്മാനങ്ങളാണ് അല്ലാഹു നൽകുന്നത്. ആ സമ്മാനങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.